ടിക്കറ്റ് കിട്ടാല്ല. ഈ ഇന്നത്തെ ദിവസം ഫുള്ളും ഹൗസ്ഫുള്ളാണ്. ഞാൻ ഇപ്പൊ ഒരു പ്രാവശ്യം കാണാനുള്ള മൂഡില വരണത്. ആദ്യത്തെ കണ്ടു, അതൊരു പവറിന്റെ എനർജിന്റെ ആയിരുന്നു സംഭവം. അത് കണ്ടു. ഇനിയിപ്പോ ഒരു ഷോയും കാണണം. കാരണം ഞാൻ ഈ പടം കണ്ടിട്ടില്ല തിയേറ്ററില്. ഞാൻ ആ സമയത്ത് ബാംഗ്ലൂര് അവിടെയൊക്കെ ഒരു വർക്ക്ഷോപ്പിൽ ജോലി ചെയ്യാം. ആ സമയത്തൊക്കെ ഈ പടം ഇവിടെ ഇറങ്ങണതാണ് ഇവിടെ കേരളത്തില്. ആദ്യമായിട്ടാണ് ഈ പടം ഞാൻ കാണുന്നത് തിയേറ്ററില്. അതുകൊണ്ടൊരു എനർജിന്റെ ആയിരുന്നു പടം കണ്ടപ്പോ. ഡാൻസ് ഒക്കെ വേറൊരു മൂഡ് സാധനോ. പിന്നെ അതല്ല, എനിക്ക് മണിയുടെ അപാരമായ ഡയലോഗുകളുണ്ട്. അതൊക്കെ കണ്ടപ്പോണ്ടല്ലോ ഒരു രോമാഞ്ചാണ്. തൃശ്ശൂർക്കാരെന്നുള്ള ഇതില് മണിച്ചേട്ടൻ നമ്മുടെ തൃശ്ശൂരല്ലോ. ഒരു തൃശ്ശൂരിന്റെ പവറിൽ മണിച്ചേട്ടനെ കണ്ടപ്പോണ്ടല്ലോ അസാധ്യ രോമാഞ്ചാണ്. അതൊക്കെ ഒരു കൊച്ചി ഗുണ്ടായിസം തകർത്തത് ചേട്ടൻ മുമ്പേ. അതെ അതെ അതെ. ജോസിൽ ഞാൻ ആദ്യമായിട്ടാണ് കാരണ. അത് സത്യമായിട്ടുള്ളൊരു സംഭവം. അത് ആദ്യമായിട്ട് ജോസിൽ കയറണത്, അതും ഈ ലാലേട്ടന്റെ ചോട്ട മുമ്പേ കാണാൻ വേണ്ടി മാത്രം. അതിനാണ് കയറിയ. അത് തിയേറ്റർ എക്സ്പീരിയൻസ് ഒക്കെ സൂപ്പറായിട്ടാ. ഞാൻ ഈ പടത്തില് ചോട്ട മുമ്പ് ഇവിടെ കണ്ടപ്പോ സൗണ്ട് എഫക്റ്റ് ഒക്കെ ഉണ്ടല്ലോ, അപാര സാധനം തന്നെ. ഞാനത് പറഞ്ഞു കേട്ടിട്ടുള്ളൂ. ജോസിന്റെ ആ സൗണ്ട് സിസ്റ്റം ഒക്കെ ഭയങ്കരാണ്. ഇത് അക്രമായിട്ടാ ചോട്ട മുമ്പ് തകർത്ത്. തിയേറ്ററിൽ സംഭവം ഒരു ഇതന്നെ ആയിരുന്നു. ഡാൻസില് വന്ന് ആ ഡാൻസ് വന്നപ്പോ, പാട്ടിന്റെ സ്റ്റേജ് ഒക്കെ വന്നപ്പോ പിള്ളേര് മൊത്തം ജാതി ടിസ്റ്റ് സീറ്റിൽ ഇരുന്നിട്ട് അതങ്ങോട്ട് കണ്ട ഒരു എനർജി തന്നെ, ഇരട്ടി ഫീൽ തന്നെ നമുക്ക് ഇവിടെ കണ്ടപ്പോ. ആ ബിജുട്ടന്റെ കോമഡികളൊക്കെ തിയേറ്റർ എക്സ്പീരിയൻസ് അടിപൊളിയുണ്ട് കേട്ടാ. ഞാൻ ഈ പടം ആദ്യമായിട്ട് ഇവിടെ ജോസിൽ കയറണത്. ഞാൻ പറഞ്ഞല്ലോ ഇപ്പൊ നേരത്തെ. അതുകൊണ്ട് അപ്പൊ ഒരു പ്രാവശ്യം എനിക്ക് കാണുന്ന കിട്ട് വന്നപ്പോ ഹൗസ്ഫുള്ളാണ് ഇന്നത്തെ ദിവസം. രക്ഷയില്ല, ഒരു രക്ഷയില്ല. അടുത്ത നാളെ മറ്റേ ഇനിയിപ്പോ ഞായറാഴ്ച ഒക്കെ നോക്കാം. അതൊക്കെ അത്രേ ഉള്ളു. വേറൊരു എനർജി ചോട്ട മുമ്പേ തല